വീഡിയോ ഒരു ബ്ലൈൻഡ് ബാഗ് ട്യൂട്ടോറിയലും അതിനൊപ്പം പേപ്പർ സ്ക്വിഷി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു A4 രണ്ടായിട്ട് മടക്കിയിട്ട് ഹലോ കിറ്റി തീമാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ഹലോ കിറ്റി വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. ഇനി നമുക്കിതിന് ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഇനി ഇത് പലവർക്കും അറിയുണ്ടാവില്ല എന്താണ് ഈ ബ്ലൈൻഡ് ബാഗ് എന്നത്. ബ്ലൈൻഡ് ബാഗ് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് നമുക്കറിയില്ല. ശരിക്കും ഇത് വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹോം മെയ്ഡ് ആയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കൊറിയ, ചൈന, ഹോങ്കോങ് അങ്ങനെയുള്ള ഏഷ്യൻ കൺട്രീസിലാണ് ഇത് വാങ്ങാൻ കിട്ടുന്നത്. അതായത് ഒരു ബോക്സ് പോലെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഏത് ക്യാരക്ടറാണോ ഉള്ളതെന്ന് നമുക്കറിയില്ല. നമ്മളിതാ കിൻഡർ ജോയ് ഒക്കെ ബാർബി എഡിഷനായിട്ട് വാങ്ങാറില്ലേ, അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ ബ്ലൈൻഡ് ബാഗ് എന്നത്. സോ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്കിത് ഫുള്ളൊന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കാവേ. ഇനി ഇതിൻ്റെ ബാക്കിൽ കോമൺ, റെയർ, ലെജൻഡറി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇത് ചെയ്തെടുക്കാനുണ്ട്. ഇനി ഇതാ നമുക്ക് ഹലോ കിറ്റിക്ക് കളർ കൊടുക്കാം. റെഡാണ് ഹലോ കിറ്റിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഞാൻ റെഡ് കളറാണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി ഇതാ നമുക്ക് ഈ കോമൺ, റെയർ, ലെജൻഡറി, എപ്പിക്ക് എന്താ അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം എത്ര വാല്യൂ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളർ കൊടുത്തിട്ട് കോമൺ, റെയർ, ലെജൻഡറി എന്ന് എഴുതുന്നത്. പേപ്പർ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാഗ് പോലെ ആക്കിയെടുക്കാൻ ഇനി എല്ലാ സൈഡും ഒന്ന് സെല്ലോ ടേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഗമ്മ് യൂസ് ചെയ്യില്ല കേട്ടോ, ഫുള്ള് സെല്ലോ ടാപ്പിൻ്റെ കലയാണ്. പിന്നെ ഇത് ഒരു സൈഡിൽ വെച്ച് ചെയ്യുമ്പോൾ അതൊരു നോട്ട്ബുക്ക് ആയാലും എന്തായാലും അതിന് ഒട്ടിപ്പിടിക്കാതെ ശ്രദ്ധിക്കുക, കാരണം അത് വലിയ പണി ഉണ്ടാക്കും. പിന്നെ ഇതാ നമുക്ക് സെല്ലോ ടാപ്പ് എക്സസ് വരുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ താഴെ വരുന്ന സൈഡും ഇതേപോലെ സെല്ലോ ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വരുന്ന സെല്ലോ ടാപ്പ് മറ്റേ സൈഡിലേക്ക് മടക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ പേപ്പർ പൗച്ച് ഇവിടെ റെഡിയാക്കി എടുക്കാം. ഇനി ഇത് ഞാൻ ആ സൈഡിൽ നിന്ന് പൊന്തിച്ചിട്ട് ആ സൈഡിൽ നിന്ന് ഈ സെല്ലോ ടാപ്പിൻ്റെ ബാക്കി തന്നെ ഗം ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഇതാ പേപ്പർ പൗച്ച് ഇതിലെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സെല്ലോ ടാപ്പും പേപ്പറുമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് കണ്ടൻറ്റ് തന്നെ. അങ്ങനെ ഇതാ നമുക്ക് ബാക്കി എക്സസ് വരുന്ന സെല്ലോ ടാപ്പ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ പേപ്പർ പൗച്ച് ഇവിടെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ പേപ്പർ ബാഗൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം, എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്നോ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലിടാനുള്ള സ്ക്വിഷി ഉണ്ടാക്കാനുള്ള സാധനമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ എന്താ ഹലോ കിറ്റിനെ വരച്ചെടുക്കുകയാണ്. ഹലോ കിറ്റി ആണല്ലോ നമ്മുടെ തീം, അപ്പോൾ നമുക്ക് ഹലോ കിറ്റിനെ വരച്ചെടുക്കാം. ഈ ഹലോ കിറ്റിനെ നേരിട്ട് വരയ്ക്കാൻ കഴിയാത്തവർക്ക് കോപ്പി ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഇതിന് ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കുകയാണ് നമ്മുടെ ഹലോ കിറ്റിക്ക്. ഫുള്ളായിട്ട് നമുക്കൊരു ബ്ലാക്കിൽ ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് നമുക്ക് നമ്മുടെ ഹലോ കിറ്റിനെ ഒന്ന് സുന്ദര കുട്ടപ്പനൊക്കെ ആയിട്ട് എടുക്കണ്ടേ, അതിന് വേണ്ടി നമ്മളിതാ കളർ ചെയ്യണം. കളർ ചെയ്യാനായിട്ട് ഞാനിവിടെ നമ്മുടെ ഒരു പിങ്ക് കളറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ പിങ്ക് കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം ഞാൻ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് തന്നെ നിങ്ങൾക്ക് കാണാം ഞാൻ വേറൊരു ഹലോ കിറ്റിൻ്റെ ഫുള്ളായിട്ട് തന്നെ വരച്ചെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 എണ്ണമാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ നമ്മളിത് തുറന്ന് നോക്കുക. ഒരു പീസിനെ ഒരു A4 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതാ എക്സസൈസ് വരുന്ന ഭാഗമൊക്കെ ഒന്ന് സ്കെയിൽ കൊണ്ടൊന്ന് എന്ത് ചെയ്യാം, രണ്ടിത്തും സ്കെയിൽ കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന സൈഡത്തെ പോർഷനും ഒക്കെ ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, മേലത്തെ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സ്ക്വിഷിക്ക് വേണ്ട കവറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ സ്ക്വിഷി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു സെല്ലോ ടാപ്പ് എടുത്തിട്ടുണ്ട്. സെല്ലോ ടാപ്പ് എടുത്തിട്ട് നമ്മുടെ ഈ നമ്മുടെ ആ കവറിനെ ഫുള്ളായിട്ടൊന്ന് സെല്ലോ ടാപ്പായിട്ട് കവർ ചെയ്യാം. കാരണം ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ സ്ക്വിഷി എന്ന് പറയുന്ന
ഇപ്പം തന്നെ നമുക്ക് ഓർമ്മ തന്നെ എന്താ, അതൊന്ന് കയ്യിലൊക്കെ എടുത്തിട്ട് ഒന്ന് പിടിച്ച് കളിക്കാനും അങ്ങനത്തെ ഇതിനാണ് നമ്മൾ സ്ക്വിഷി എന്ന സാധനം ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യുമ്പോൾ കീറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് സെല്ലോ ടാപ്പിൽ കവർ ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതാ ഈ കവർ മൊത്തം സെല്ലോ ടാപ്പ് ചെയ്തെടുത്തിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള സ്റ്റഫ് നിറച്ചെടുക്കാം. ഈ സ്റ്റഫിനായിട്ട് ഞാനിതാ കോട്ടനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോട്ടൺ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഇതിൻ്റെ പകരം യൂസ് ചെയ്യാവുന്നതാണ്. ഈ സ്പോഞ്ച് യൂസ് ചെയ്യുമ്പോൾ ആ സ്ക്വിഷി എന്ന ആ സൗണ്ടും ഇതും ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതിൻ്റെക്കാട്ടി നല്ലത് കോട്ടനോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇത് നന്നായിട്ട് നിറച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഹാക്ക് എന്ന് പറയുമ്പോൾ ഇത് പിശുക്കാൻ പാടില്ല നമ്മുടെ കോട്ടൺ നിറക്കുന്നത്. കാരണം ആ സ്ക്വിഷി സൗണ്ടിൻ്റെ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കോട്ടനാണ്. അപ്പോൾ നമുക്കിതാ ഇനി അറ്റത്ത് നമ്മുടെ സെല്ലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ബാക്കി വരുന്ന എക്സസ് എന്ത് ചെയ്യാം, എക്സസ് പോർഷന് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി മറ്റേത് അതേപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ 2 സ്ക്വിഷി അങ്ങനെ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ASMR ഞാൻ കേൾപ്പിച്ചു തരാവേ. ഇനി ഇതാ നമുക്ക് സ്ക്വിഷിക്ക് വേണ്ട കവർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മുടെ സ്ക്വിഷിൻ്റെ തടിക്കനുസരിച്ച് വേണം അതിനൊരു ഇതുണ്ടാക്കാൻ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് റഫായിട്ടുള്ള ഒരു മെഷർമെൻ്റാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ അനുസരിച്ചൊന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് റഫായിട്ടൊരു മെഷർമെൻ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ പോലത്തെ ഒരു പൗച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി മെഷർമെൻറ്റിന് വേണ്ടി ഞാൻ എൻ്റെ സ്ക്വിഷി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കുകയാണ്. ഇനി ആ റഫായിട്ടുള്ള മെഷർമെൻറ്റ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് സെൻറ്റർ പോർഷനിൽ മടക്കി കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് മടക്കണം. ഇനി എന്താ, ഇനി ഇതുവരെ ചെയ്ത പോലെ തന്നെ ഒരു പൗച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയ ആ പേപ്പർ ബാഗ് പോലത്തെ പൗച്ച് നമുക്കിതാ ഈ സ്ക്വിഷിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അതിനായിട്ട് ഇതാ ഒരു സെല്ലോ ടാപ്പ് എടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ പൗച്ച് ഒന്ന് റെഡിയാക്കി എടുക്കുക. എല്ലാ സൈഡും ഒന്ന് ഗം ചെയ്ത് കൊടുക്കുക. മറ്റേ സൈഡിലേക്ക് മടക്കി കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, അതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, കാരണം ഇത് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കീറിപ്പോകാതിരിക്കാൻ ഇനി മറ്റേ സൈഡ് ഇതുപോലെ എടുക്കുക, സെല്ലോ ടേപ്പ് ചെയ്യുക. എന്നിട്ട് മറ്റേ സൈഡിലേക്കൊന്ന് ഗം ചെയ്ത് കൊടുക്കുക. എക്സസ് വരുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, കത്രിക കൊണ്ട് 2 ഭാഗത്തും എക്സസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ പേപ്പർ ബാഗ് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ, പൗച്ച് റെഡി ആയില്ലേ. ഇനി എന്താ, നമുക്ക് ഇതാ നമ്മുടെ സ്ക്വിഷി എടുക്കുന്നു, അതിലേക്ക് ഇടുന്നു. വാവ്, അപ്പോൾ നമ്മുടെ സ്ക്വിഷിനുള്ള കവറും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പാക്കറ്റൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഇങ്ങനത്തെ ഓരോ വര കാണാറില്ലേ, അതുപോലെ ഞാനിത് അവിടെ കുറേ വര വരച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ 2 എണ്ണം ഇതുപോലെ കട്ട് ചെയ്യാനുള്ള സ്ഥലത്ത് വര വരച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത പരിപാടി എന്ന് അറിയണ്ടേ, ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന ആകാംക്ഷ വരുത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ചിഹ്നമൊക്കെ ഇട്ടിട്ട് പല നിറത്തിൽ സ്കെച്ചൊക്കെ ഉപയോഗിച്ചിട്ട്, നിങ്ങൾ സ്കെച്ച് ഉപയോഗിക്കാം, ക്രയോൺ ഉപയോഗിക്കാം, അങ്ങനെ കളേഴ്സ് ഉപയോഗിച്ചിട്ട് എന്താണ് ഉള്ളതെന്ന് ആകാംക്ഷ വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻ മാർക്കുകൾ ഇട്ടെടുക്കാവേ. ഞാനിതാ നമ്മുടെ കവറിൻ്റെ ചുറ്റും ഓരോ ക്വസ്റ്റ്യൻ മാർക്കുകൾ ഇടുന്നുണ്ട്. ഇനി ഇതാ ഞാൻ 2 എണ്ണം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നിൽ റെഡ് കളറും മറ്റേൽ ഗ്രീൻ കളറുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്, ഒന്ന് വലുതൊന്ന് ചെറുതാക്കിയിട്ട്. ഇനി നമുക്കൊരു ചെറിയ പേപ്പറിൽ യു ഗോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ 3 എണ്ണത്തിൽ വരുന്ന ഒന്നേ കോമൺ എഴുതാം അല്ലെ എപ്പിക്ക് എഴുതാം. അതിൽ ഞാൻ കോമൺ എന്നാണ് എഴുതി കൊടുത്തിട്ടുള്ളത്, കോമൻ്റെ കളർ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്കിതാ നമ്മുടെ 2 എണ്ണം നമ്മുടെ ഈ ബ്ലൈൻഡ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ലാസ്റ്റ് നമുക്ക് അതിൻ്റെ മേലെ ഒന്ന് സെല്ലോ ടാപ്പ് ചെയ്തെടുക്കാവേ.